കേസ് എന്താണെങ്കിലും ഇന്ത്യയുടെ കുവൈറ്റിനെതിരെയുള്ള മത്സരം, അതായത് സുനിൽ ഛേത്രിയുടെ ആ റിട്ടയർമെൻറ്റ് മത്സരത്തിന് ശേഷം പല അഭിപ്രായങ്ങളുണ്ട്. സുനിൽ ഛേത്രിക്ക് എന്താ പറയുക, ഒരു ഡിസേർവിങ് ആയിട്ടുള്ളൊരു ഫെയർവെൽ അല്ല കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കും ആ ഒരു ഒപ്പീനിയൻ തന്നെയാണുള്ളത്. പിന്നെ പലരും പറയുന്നുണ്ട് ഛേത്രിയെ ഖത്തർ മത്സരം കൂടി കളിപ്പിച്ചിട്ട് ആ ഒരു വിരമിക്കൽ നടത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളത്. സോ ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ എന്താണ് ഞാനിപ്പം ടാഗ്ലൈനിലൊക്കെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പായിട്ടും പറയും ഈ ഒരു കുവൈറ്റ് മത്സരത്തിലായിരുന്നില്ല ഒരിക്കലും സുനിൽ ഛേത്രി റിട്ടയർ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഒന്നുകിൽ അദ്ദേഹത്തിന് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന് ഓടുകൂടി അവർ ഡിസിഷൻ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് ആക്കാമായിരുന്നു. കാരണം നമുക്ക് സാധ്യതകളുള്ള മത്സരമായിരുന്നു, പക്ഷേ തോറ്റു ഏത് വിഷയം. അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഫ്രണ്ട്ലി, ഇപ്പം ബൂട്ടിയുടെയൊക്കെ അറിയാമല്ലോ, ബയൺ മ്യൂണിക്കിനെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് നടത്തുന്നത്. സോ ഈ ഒരു മത്സരത്തിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കഴിഞ്ഞ 2 ഡെക്കേഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇത്. ഈ ഒരു മത്സരത്തിൽ നമ്മൾ വിജയിച്ചിരുന്നെങ്കിൽ വേൾഡ് കപ്പിൻ്റെ 3rd റൗണ്ട് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചേനെ. പക്ഷേ ഈ ഒരു മത്സരം നമുക്ക് അത് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ ഫുട്ബോൾ നിലവിൽ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് നമ്മൾ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ കുറേ മത്സരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സാഫ് ഫൈനലിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കോറിങ് ഒരു വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുവൈറ്റിനെതിരെ ഒരു സ്കോർ ചെയ്തു, മൻവീർ സിംഗ് ആണ് അടിച്ചത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ അടിച്ചിട്ടില്ല. ആകെ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ഗോളാണ് അടിച്ചിട്ടുള്ളത്. അത് ഛേത്രി ഒരു പെനാൽറ്റി ഗോളായിരുന്നു. അതായത് സുനിൽ ഛേത്രിയും ഏതാണ്ട് 7 മത്സരങ്ങളായിട്ട്, കഴിഞ്ഞ മത്സരങ്ങളായിട്ട് ഇന്ത്യക്ക് വേണ്ടി വല കുലുക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം നിലനിൽക്കുകയായിരുന്നു. അപ്പം ഈ ഒരു അവസരത്തിൽ ഇപ്പം സുനിൽ ഛേത്രിയുടെ റിട്ടയർമെൻറ്റ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഛേത്രി എങ്ങനെ കളിച്ചാലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് 90 മിനിറ്റ്സ് കളിക്കേണ്ടി വരും. നമുക്കൊരു ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പം നിലവിലെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമുക്കിപ്പം എഡ്മണ്ട്, അദ്ദേഹം വിങ്ങറാണ്, എന്നാൽ സെൻട്രൽ ഫോർവേഡും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ ഡേവിഡ് മുഹമ്മദിൻ്റെ പ്ലെയറാണ്. ഇപ്പം ഈ 2 പ്ലെയേഴ്സ് ഈ ഒരു സീസണിലൊക്കെ സ്കോർ ചെയ്ത് വന്നിരുന്ന ആ ഒരു സ്കോറിങ് ഇൻസ്റ്റൻറ്റ് കാണിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പം ഇദ്ദേഹത്തെ 90 മിനിറ്റ്സ് കളിപ്പിക്കേണ്ട ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫെയർവെൽ മാച്ച് ആയതുകൊണ്ട് 90 മിനിറ്റ്സ് കളിപ്പിക്കേണ്ടി വരും. മാറ്റാനും പറ്റില്ല. നമുക്കതൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു മത്സരത്തിലും അതുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ മത്സരത്തിൻ്റെ മോശം അവസ്ഥയോ അല്ലെങ്കിൽ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഒരു വശം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് ഇത് ഉറപ്പായിട്ടും സുനിൽ ഛേത്രിയുടെ ഒരു വിരമിക്കൽ മത്സരമായിട്ട് മാറേണ്ടിയിരുന്ന കളി ആയിരുന്നില്ല എന്നുള്ളത്. അതിന് ഫോക്കസ് കൊടുത്ത് വേറൊരു മത്സരമായിരുന്നു വെക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അല്ലെങ്കിൽ ഇതിന് മുമ്പത്തുള്ള മറ്റു മത്സരങ്ങൾ ആശ്രയിക്കേണ്ടി വന്നതിന് ഇത് ഇങ്ങനത്തെ ഒരു പറഞ്ഞ 2 ഡെക്കേഡിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചുമായി മാറി. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ വേറെ പ്രഷേഴ്സും വന്നതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ. മറ്റൊരു ഞാൻ സനിയ.